സമൂഹത്തിലെ പുഴുക്കുത്തുകളെ നർമ്മത്തിൽ ചാലിച്ച സംഭാഷണത്തിലൂടെ തുറന്നു കാണിച്ച ശ്രീനിവാസന്റെ ജീവിതവും തുറന്ന വിമർശനത്തിൻ്റെതായിരുന്നു. സാധാരണക്കാരന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക ശ്രീനിവാസൻ പങ്കുവച്ചു. കീടനാശിനി കൊണ്ട് കൊയ്തെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ശ്രീനിവാസൻ ജൈവ കൃഷിയിലൂടെ മറുപടി നൽകി. ജൈവ മാലിന്യമാണ്, അത് കമ്പോസ്റ്റാക്കിയ വളം മാത്രം ഉപയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്യുന്നത് എന്ന് അഭിമാനത്തോടെ പറയട്ടെ. ആ നെല്ലും പച്ചക്കറികളും നമ്മൾ പങ്കുവെക്കുന്നു. വിഷമുക്തമായ ആഹാരം ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നു. ആശുപത്രിയും ചികിത്സയുമല്ല വേണ്ടത്, നല്ല ജീവിത രീതിയും വിഷമില്ലാത്ത ഭക്ഷണവുമാണ്. നാലാൾ കൂടുന്നിടത്തെല്ലാം ശ്രീനിവാസൻ സ്ഥിരമായി പറയുന്ന രണ്ട് വരികളാണ്. സിനിമയ്ക്ക് പുറത്ത് ആ നടനെ എങ്ങനെ അടയാളപ്പെടുത്തുമെന്ന ചോദ്യത്തിന് ഈ രണ്ട് വരികളുടെ മറുപടി ധാരാളം. കണ്ണെത്താ ദൂരത്തെ ദിക്കകലെയുള്ള നാട്ടിൽ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികളിലും അരിയിലും ഇട്ടുകൂട്ടുന്ന കീടനാശിനികൾ കേരളത്തിലെ ആശുപത്രികളിലെ കിടക്കകൾ നിറക്കുമെന്ന വസ്തുത വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമാ തിരക്കുകൾക്കിടയിൽ ഉദയംപേരൂരിലെ സ്വന്തം വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ആ ഉദ്യമത്തിന് 2000-ൽ തന്നെ തുടക്കമിട്ടത്. വിഷരഹിത പച്ചക്കറിയും നെല്ലും ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ചെറിയ സംഘമായി തുടങ്ങിയ ജൈവകൃഷി വിപ്ലവത്തിന് ഇന്ന് കേരളത്തിലുടനീളം വേരുകളുണ്ട്. കൃഷി കൊണ്ട് ആരും തോറ്റുപോകില്ല. സ്വന്തമായി കൃഷി ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ മാനസികമായതും ആരോഗ്യപരമായ ഗുണങ്ങൾ എപ്പോഴും മെച്ചപ്പെട്ടതായിരിക്കും. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന് വിപണി കണ്ടെത്തുന്നതിനും കൃത്യമായ മാസ്റ്റർ പ്ലാനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പറയാനുള്ള കാര്യം കൃത്യതയോടെ തിരക്കഥയിലൂടെ പ്രതിഫലിപ്പിച്ച് ഓൺ സ്ക്രീനിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ശ്രീനിവാസൻ ടച്ച് ജൈവകൃഷി വിപ്ലവത്തിനും ഉണ്ടായിരുന്നു. ജൈവകൃഷിയുടെ ആ ചെറു കൂട്ടായ്മ ഇന്ന് ശ്രീനി ഫാംസ് എന്ന കമ്പനി വരെ എത്തിയിരിക്കുന്നു. കൃഷിക്കപ്പുറത്തേക്ക് കാർഷിക രംഗത്തെ ഗവേഷണത്തിനും വലിയ ഊന്നൽ നൽകുന്ന സംരംഭമായി അത് മാറി. സാധാരണക്കാരന്റെ വൈകാരികതകളെ, അവരുടെ ജീവിത പ്രതിസന്ധികളെ സത്തചേരാതെ അവതരിപ്പിച്ച അതുല്യ പ്രതിഭ സ്ക്രീനിന് പുറത്തും ആശങ്കപ്പെട്ടത് അതേ സാധാരണക്കാരന്റെ ആരോഗ്യത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ക്രീനിന് പുറത്തും അകത്തും അദ്ദേഹം സാധാരണക്കാരന്റെ ബ്രാൻഡ് അംബാസിഡറായി അറിയപ്പെടുന്നത്. സുഹൈൽ മുഹമ്മദ്, ന്യൂസ് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.